കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന KU ബിജുവിന്റെ പേരിൽ ചെസ് ടൂർണമെന്റ്, സൗത്ത് ഇന്ത്യൻ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അത് പങ്കെടുക്കുന്നത് ഒന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ, രണ്ടാമത് പ്രീത, മുൻ ദേശീയ ചെസ് താരമാണ്, ചെസ് തൃശ്ശൂരിന്റെ സെക്രട്ടറിയും കൂടിയാണ്. ഞാൻ റോസൽ രാജ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി. KS സെന്തിൽകുമാർ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ. സുകന്യ ബൈജു, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. ജൂൺ 7-ാം തീയതിയാണ് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് 550ഓളം വരുന്ന ചെസ് താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും രജിസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കും. അതുപോലെ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് KK രാമേന്ദ്രൻ MLA ആണ്. ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ ജോഷ് പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർ അനിൽകുമാർ ചെസ് ഒളിമ്പ്യനാണ്. അദ്ദേഹം പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇതാണ് സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇതിന്റെ ഒഫീഷ്യലും മറ്റ് മത്സരത്തിന്റെ രീതികളെ സംബന്ധിച്ച് പ്രീത മാഡം സംസാരിക്കും. നമ്മള് 2 ലക്ഷം രൂപയാണ് വിവിധ കാറ്റഗറിയിലായിട്ട് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകൾ കൊടുക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ജനകീയ മത്സരങ്ങളിൽ ഒന്നായിട്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ ചെസ് മത്സരങ്ങൾ നമ്മുടെ VKN ഇൻഡോർ സ്റ്റേഡിയത്തിലെ ജൂൺ 7-ന് നടക്കുന്നത്. അപ്പോൾ ഇതില് നേരത്തെ പറഞ്ഞ പോലെ 500-ൽ പരം കളിക്കാർ, അതും പ്രശസ്തരായ വലിയധികം റേറ്റിംഗ് ഒക്കെ ഉള്ള ധാരാളം പ്ലേയേഴ്സ്, അത് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരു പങ്കാളിത്തം ഇതിലുണ്ട്. കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള പ്ലേയേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില് 5 മത്സരങ്ങളാണുള്ളത്. അത് സമാന്തരമായിട്ട് ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത്. Under 10 ബോയ്സ് ആൻഡ് ഗേൾസ്, അതുപോലെ Under 15 ബോയ്സ് ആൻഡ് ഗേൾസ്, കൂടാതെ ഓപ്പൺ വിഭാഗം. അപ്പൊ അതിലെ മത്സരങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ 132 മികച്ച മത്സരാർത്ഥികൾക്ക് ആണ് ഈ 2 ലക്ഷം രൂപ വരുന്ന ക്യാഷ് പ്രൈസസുകൾ കൊടുക്കുക. കൂടാതെ 15 വയസ്സിന് താഴെയുള്ള, അതുപോലെ 10 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നമ്മൾ ഇതിലെ മെഡൽ നൽകുന്നുണ്ട്. സ്വിസ് സിസ്റ്റത്തിലെ ഫിഡെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, അതുപോലെ റാപ്പിഡ് സിസ്റ്റത്തിലാണ് നമ്മൾ കളി നിയന്ത്രിക്കുന്നത്. ഏകദേശം 3 ചീഫ് ആർബിറ്റർമാരാണ് ഇതിൽ കളികൾ നിയന്ത്രിക്കുന്നത് പ്രധാനമായിട്ടും. അത് ഹരീഷ് B. മേനോൻ, അതുപോലെ ഓഷിൻ അനിൽകുമാർ, ഷിഹാബുദ്ദീൻ. അപ്പൊ ഇവരുടെ പ്രഗത്ഭ വൈവിധ്യമാർന്ന ഒരു കളി ആയതുകൊണ്ട് തന്നെ മികച്ചതും വിദഗ്ധരുമായിട്ടുള്ള ചെസ് ആർബിറ്റേഴ്സ് ആണ് ഇവര്. കൂടാതെ ഇവരെ സഹായിക്കുന്നതിനായിട്ട് ഡെപ്യൂട്ടി ആർബിറ്റേഴ്സ്, ഒരു 12ഓളം ഡെപ്യൂട്ടി ആർബിറ്റേഴ്സ് ഇതിലുണ്ട്. പിന്നെ നമുക്ക് ഈ 15 മിനിറ്റും 3 മിനിറ്റ് ഇൻക്രിമെന്റുമാണ് ഈ സമയം അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാലത്ത് രാവിലെ 9 മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്താൽ 6 മണിക്ക് തീർക്കാവുന്ന രീതിയിലൊരു സമയക്രമം ഇതിന് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ 10 വിഭാഗങ്ങളിലെ മികച്ച 132 ചെസ് താരങ്ങൾക്കാണ് ഈ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതെന്നുള്ളത്. അത് കൂടാതെ തന്നെ സർട്ടിഫിക്കറ്റും ഇവർക്ക് നൽകുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് ചെസ് ബോർഡുകളും അതുപോലെ ചെസ് ക്ലോക്കുകളുമാണ് ഇതിന് മത്സരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഡിഫിയുടെ ജില്ലാ കമ്മിറ്റിയും ചെസ് തൃശ്ശൂരും സംയുക്തമായിട്ടാണ് ഈ സൗത്ത് ഇന്ത്യൻ ചെസ് മത്സരങ്ങൾ നമ്മൾ നടത്തുന്നത്. സംബന്ധിച്ച് ഇപ്പൊ ഇന്ത്യയിലെ ധാരാളം പ്ലേയേഴ്സ് ചെസ്സിലെ പ്രൊമോട്ട് ചെയ്ത് വരികയാണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഒക്കെ നമുക്കറിയാം, നിഹാൽ സരീൻ, അതുപോലെ പ്രഗത്ഭരായ എല്ലാ പ്ലേയേഴ്സും നമ്മുടെ തൃശ്ശൂരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂർണമെന്റുകൾ കളിക്കുമ്പോഴാണ് നമ്മുടെ ചെസ് പ്രതിഭകൾ കായികപരമായിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഭൗതികപരമായിട്ട് ഇവരെ ഉന്നതിയിൽ എത്തിക്കാനൊക്കെ വളരെ ഉപയോഗമുള്ളതാണ് ഈ ചെസ് മത്സരം എന്ന് പറയും കൂടി ചേർന്ന്.